ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായാണ്. ചിക്കൻ മയോ സാൻഡ്വിച്ച്. നല്ല ക്രഞ്ചി ക്രീമി സാൻഡ്വിച്ചാണ്. എത്ര കഴിച്ചാലും മതിയാകില്ല. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ഫ്രൈഡ് റൈസിൻ്റെ രുചിയിലുള്ളൊരു ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാള ഏകദേശം നല്ലവണ്ണം ഒന്ന് വാടി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാബേജിൻ്റെ 1/4 ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇതിൽ കൂടി എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. സോസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ സോസ് വെജിറ്റബിളുമായിട്ട് നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഓവർ കുക്കാകണ്ട കേട്ടോ. ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് ഏകദേശം ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ ഇവിടെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് കപ്പിലിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ വന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മൾ ചിക്കനും കൂടി ഒന്ന് യോജിച്ച് വരണം. ഫൈനലായിട്ട് നമുക്കൊരു ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറുള്ള നല്ലൊരു അടിപൊളി മസാല ഫില്ലിംഗ് ആണ് കേട്ടോ. ഒരു ഫ്രൈഡ് റൈസിൻ്റെ നല്ല ടേസ്റ്റും രുചിയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ബ്രെഡ് പീസ് എടുക്കാം. ഇതിലോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയുള്ള ഫില്ലിങ് ഈ ഒരു മയണൈസിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം 1-1.5 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിലോട്ടേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ സോസ് ഫില്ലിങ്ങിൻ്റെ മുകളിൽ വരുന്ന നിലയിൽ നന്നായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മുട്ടയുടെ മിക്സിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഡീപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത് സാൻഡ്വിച്ച് ടോസ്റ്ററിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആയി കഴിയുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ സാൻഡ്വിച്ചും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാകും. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചേർത്തുള്ള ഈ ഒരു ലൈറ്റ് ഒന്ന് ഓഫ് ആകുമ്പോൾ ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഇതിവിടെ ക്ലോസ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? കളറൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചിക്കൻ മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മയോ സാൻഡ്വിച്ച് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.